സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഇസ്രയേലാണ്. ഉൽപ്പത്തി പുസ്തകം 37:9 യോസഫ് കാണുന്ന സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫിനെ വണങ്ങുന്നതായിട്ട് കാണുന്നു. ഈ നക്ഷത്രങ്ങൾ ഇസ്രയേൽ ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. യോസഫ് ഗോത്രവും ഇതിലുണ്ട്. അങ്ങനെ 12 നക്ഷത്രം കാണുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഇവിടെ യേശുവിൻ്റെ ജനനത്തെയാണ് കാണിക്കുന്നത്. ഇസ്രയേലിൽ നിന്നാണ് യേശു ജനിക്കുന്നത്. ഇസ്രയേലിലെ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് യേശു വെളിപ്പെട്ടു വരുന്നത്. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ദൈവത്തിൻ്റെ ദൂതനായ ലൂസിഫർ ദൈവസന്നിധിയിൽ അഹങ്കരിച്ചപ്പോൾ അവനെയും അവനോടുകൂടിയുള്ള ദൂതന്മാരെയും ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പോൽ കൊണ്ട് മേയിക്കുവാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. യേശുക്രിസ്തു ജനിച്ച സമയത്ത് തന്നെ പിശാച് യേശുക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ പല പദ്ധതികൾ കിട്ടും. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഹേരോദാവ് ആ ദേശത്തുള്ള 2 വയസ്സ് താഴെയുള്ള ആൺകുട്ടികളെ ഒക്കെയും ബേത്ലഹേമിലും അതിൻ്റെ സകല അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. 5-ാം വാക്യത്തിൽ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയിക്കുവാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. ആ ആൺകുട്ടി യേശുവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് രാജാവായി നീതിയോട് വാഴുവാൻ വരുന്നു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവൻ എന്നേക്കും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കാര്യങ്ങളെ കാണിക്കുന്നു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. ഇവിടെ സ്ത്രീ ഇസ്രയേലാണ്. മഹാപീഡന സമയത്ത് ദൈവം ഇസ്രയേലിനെ പോറ്റുവാൻ മരുഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലം ഒരുക്കുന്നു.